ഹായ്. ഇന്ന് നമ്മൾ വാക്കിൻ ഇന്റർവ്യൂ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അഡ്മിൻ പൊസിഷൻ ഫിൽ ആയിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് ടീച്ചർ വേക്കൻസിയും ഫിൽ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു വാക്കിൻ ഇന്റർവ്യൂ പോസ്റ്റ് കാണുമ്പം മെയിൻലി അവരിലോട്ട് മോർണിംഗ് മുതൽ ഇങ്ങനെ വിളിച്ച് ചോദിക്കാതെ ആ ഷെഡ്യൂൾഡ് ടൈമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷനിൽ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ അവരുടെ അറ്റയർ മുതൽ നമ്മൾ അവരുടെ കോൺഫിഡൻസ്, എല്ലാ പേഴ്സണാലിറ്റി, എല്ലാ കാര്യങ്ങളും നമ്മൾ മോണിറ്റേർഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ടുള്ള വിയറിങ്സ് നിങ്ങൾ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പല രീതിയിൽ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ അനാലിസിസ്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി റിലേറ്റഡ്, സസ്റ്റൈനബിൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനറീസ് പ്രിപ്പയർ ചെയ്യാം. അപ്പം ശ്രദ്ധാപൂർവം അറിയാം, ഒരുപാട് ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ. നിങ്ങൾ നെർവസ് ആയിരിക്കാം, പക്ഷെ എന്ത് ചെയ്യാം, ഒരു ഒരു കൂൾ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിന് ഓരോന്നിനും ശ്രദ്ധാപൂർവം ക്വസ്റ്റ്യൻസ് കേട്ടുകൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. എനിക്ക് അതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. മോർണിംഗ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓർഗനൈസേഷൻ ഗോൾ എന്താണ്, ഓർഗനൈസേഷൻ എന്താ, എല്ലാ കാര്യങ്ങളും ഡീപ്ലി റിസർച്ച് ചെയ്തിട്ട് ഓരോ ചോദ്യത്തിനും ഉരുളക്ക് ഉപ്പേഴി പോലെയാണ് ആൾ ആൻസർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം.